പുറകേന്ന് നോക്കുമ്പോണ്ടല്ലോ നിങ്ങളുടെ ഏട്ടനെ കാണാൻ മഹാരാജാവിനെ പോലെയുണ്ട് അല്ലേ? ഓ ഗംഗ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഞാൻ സേതുമാവനോട് പറയട്ടെ. ആ ഭാവി ഏട്ടത്തിയെ നിങ്ങളെ ഭീഷണിപ്പെടുത്താണോ? ഏ ഗൗരി, നീ എന്നിടുന്ന പോലെ ഒരു നല്ല കോഫി ഇട്ടോണ്ട് വാ. ആ നിനക്ക് വെള്ളം തരുന്നതിന് വലിയ കാര്യ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ വേറെ വീട്ടിലേക്ക് പോണ്ടവരാ. എന്നിട്ട് ഉത്സവത്തിനൊക്കെ ഇവിടെ വരുമ്പോഴേ ഞാനാ നിങ്ങളെ നോക്കേണ്ടത്. അമ്പോ, നിന്റെ സ്വപ്നം കാണൽ ഇത്തിരി കൂടുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ, എന്റെ കുട്ടികളുടെ അച്ഛൻ ഗൗതമേട്ടനായിരിക്കും. ഏയ് ഗംഗ ഗൗതം, പേര് തന്നെ കേൾക്കാൻ എന്തൊരു ചേർച്ചയാ. ഭാവിയിൽ ഞങ്ങൾ രണ്ടും ഒന്നിക്കുമ്പോ അയ്യോ. ആ ഇനി ആ ജോത്സ്യര് ഗംഗ ചേച്ചി ഉദ്ദേശിച്ചായിരിക്കോ പറഞ്ഞത്? ചേച്ചേ, ഇവളെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. ഇവളെപ്പോലെ എടുത്ത് നമുക്ക് ഏട്ടത്തിയായി വന്നാ മരിക്കുന്നത് വരെ നമുക്ക് യുദ്ധമായിരിക്കും. നമ്മളെ അമ്മയെ പോലെ നോക്കുന്ന ഒരു ചേച്ചി വരണം. ആ, ഈ നാട്ടിൽ അങ്ങനെ ആരാ ഉള്ളത്? ഉണ്ടല്ലോ, ശിവാനി. ശിവാനി വല്യച്ഛനാണെങ്കിൽ എനിക്ക് കല്യാണത്തിന് വേണ്ടി ചെക്കനെ നോക്കുന്നുണ്ട്. നീയാണെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കാണിക്കുന്നുമില്ല. എന്റെ അനിയത്തിമാരുടെ കല്യാണം നടന്നിട്ട് എന്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാന്നാ ഞാൻ വിചാരിച്ചത്. അതിനിടയ്ക്ക് ഇതെന്താ പുതിയ പ്രശ്നം? അല്ല, എനിക്കും ഒരു മനസ്സുണ്ട്, അതിൽ കുറെ ആഗ്രഹങ്ങളും ഉണ്ട്. അതെന്താ മനസ്സിലാക്കാത്തെ? അവരുടെ കല്യാണം നടത്താതെ എന്റെ കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നത് ശരിയാണോ? എന്റെ ആഗ്രഹങ്ങൾക്കും ഒരു വഴി കാണിച്ചു തന്നൂടെ? ഞാൻ എന്റെ സ്വന്തം കാലിലൊന്നും നിൽക്കാതെ കല്യാണ സദസ്സിൽ തല കുനിച്ചു കൊടുക്കണമെന്നാ? പെൺകുട്ടികൾക്ക് കല്യാണത്തിന് ശേഷം പുതിയൊരു ജീവിതം ആരംഭിക്കും. എന്റെ അനുജത്തിമാര് അവരുടെ കുട്ടികളും ഭർത്താവുമൊത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കണ്ടാ മതി. അതിനപ്പുറം എനിക്ക് ഒന്നും വേണ്ട. ഏയ്, ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ വേഗം കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നേ? ഞാനെന്താ എത്രയും വേഗം നിന്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ വേണ്ടാന്നും നിങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് കല്യാണ കാര്യത്തില് ഈശ്വരനെ കൺഫ്യൂഷൻ ആക്കിയാൽ എങ്ങനെയാ? കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാ മതി. പൊക്കോ. ഇയാൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ അവിടെ പോയി പ്രദക്ഷിണം വയ്ക്കാൻ നോക്ക്. ഞാനേ അഗ്നികുണ്ഡത്തിൽ ചാടിയ ഭക്തനാണ്. ഭഗവാൻ ഞാൻ പറയുന്നതേ ആദ്യം കേൾക്കൂ. നിങ്ങള് ഉത്സവത്തില് മാത്രമാ ദേവിയും കൊണ്ട് തീക്കുണ്ടത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ ഞാനോ എല്ലാ ആഴ്ചയും ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് കർപ്പൂരം കത്തിച്ച് ദേവി ആരതി ഒഴിയും. അതറിയോ? വാഴയില വെച്ചിട്ടായിരിക്കും. ഓ, തമാശയാ? ഹാ, അതെ അതെ, സഹോദരിമാര് കല്യാണം. ഈ കോൺസെപ്റ്റ് അല്ലാതെ വേറെന്തൊക്കെ കോമ്പറ്റീഷനാ പുറത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിനക്കെല്ലാം അറിയാലോ. വെറും പൊങ്ങച്ചം മാത്രം, അല്ലാതെ ഒന്നുമില്ലല്ലോ. ഹലോ, എസ് ആവാൻ വേണ്ടിട്ട് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. എനിക്കൊരു വിഷനുണ്ട്. എവിടെ നോക്കണമെന്ന് നിനക്ക് പോലും അറിയില്ല. വിഷനെന്നും കുഷനെന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ് നീ ഡയലോഗ് അടിക്കുന്നത്? ഇപ്പൊ വലിയ ആളെ പോലെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ചെറുപ്പത്തിലോ മൂക്കും തുടച്ച് ചുറ്റി ചുറ്റി നടക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ? അത് മറക്കാൻ പറ്റില്ലല്ലോ. നിന്റെ പാവാടയിലല്ലേ ഞാൻ മൂക്ക് ഉടച്ചോണ്ടിരുന്നത്. ഏയ്, പലവഞ്ഞന കടക്കാരോ? ഏയ്, ഈ വാചകമല്ല നിനക്ക് വേറെന്താ അറിയാടി? പോടോ തേങ്ങ തലയാ. ഓടി മത്തങ്ങ തലച്ചി. നിന്റെ ഈ ഉണ്ട കൊണ്ടുണ്ടല്ലോ. നിനക്ക് ആനയുടെ തുമ്പിക്കൈ കൊടുത്ത മൂക്ക. എന്താ ഇത്? നിർത്ത്. അതെ, അമ്പലത്തിൽ മന്ത്രോ കേൾക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ പുരാണോ അല്ല. കുട്ടിക്കാലത്തുണ്ടല്ലോ എന്റെ പുറകില് ചൂരല് കൊണ്ട് അടിച്ചിട്ടുണ്ട് ചെറിയച്ച. എന്നാലേ അതൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഇപ്പൊ കാണിച്ചില്ല ഞാൻ. ഓ അമ്മായി, കല്ലുകൊണ്ട് എന്റെ തലയടിച്ച് പൊടിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതിന്റെ പാട് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ. ആ സൂട്ട് കേസ് ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വാ. ഇവരുടെ വഴക്ക് എങ്ങനെയും നിർത്താൻ നോക്കുന്നതിനിടയിൽ അവള് തെളിവ് നോക്കിക്കൊണ്ടിരിക്കുക. തെളിവ്. ഞാൻ ഇവിടെ മിണ്ടാതെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഇവനോ ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയേ. അതെ, ഞാനെന്താ ഇവിടെ വഴക്കിനായിട്ട് വന്നതാണോ? നിങ്ങളൊന്ന് മതിയാക്കാൻ നോക്ക്. അത് ഇവനോട് ആദ്യം പറ. ഇവളോട് ആര് സംസാരിക്കേ? അയ്യേ, ഏയ്, ചാട കാണിച്ച എന്റെ സ്വഭാവം മാറും കേട്ടോ. ആവശ്യമില്ലാതെ സംസാരിച്ചില്ല, തൂക്കിയെടുത്ത് വെളിക്കളയ ഞാൻ. ഞാനെന്താ പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ചോ? ഇല്ല, എലിയാണെന്ന് വിചാരിച്ചു. ഏയ് ഏയ്, നീ കാണിച്ചാട്ടാ. നീ നാളെ ഒരു പോലീസ് ആകേണ്ടവളാ. ഗുണ്ടകളെ പോലെ കിടന്ന് വഴക്കുണ്ടാക്കാതെ മോളെ. ചെറിയച്ചൻ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയത്. ഇല്ലെങ്കിൽ ഞാൻ അവനെ ഓടിച്ചു. ഓ, അമ്പലത്തിൽ നിന്ന് പ്രസാദമാ മോളെ വാങ്ങേണ്ടത്, അല്ലാതെ വഴക്കുണ്ടാക്കുക അല്ല വേണ്ടത്. മനസ്സിലായോ? അമ്പലത്തിൽ വെച്ചാണോ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? എന്റെ സ്വഭാവം അനുസരിച്ച് അവിടുത്തെ ആര് തട്ടെടുത്ത് അവിടെ തലയിലടിക്കേണ്ടതാ. നല്ല കാര്യം നടക്കുന്നിടത്ത് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ആരാണ് കൂട്ട് നേരാ
കൂട്ട്. കഴുത്തറ്റം വരെ ഞാൻ പെട്രോൾ അടിച്ച് തന്നതല്ലേ നിനക്ക്, എന്നിട്ട് എനിക്കിങ്ങനെ പണി തരിക? ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നത് നിനക്ക് പോലെ ഇഷ്ടമല്ലെന്ന് തോന്നല്ലോ. വണ്ടി നിന്നു പോയെന്ന് പറഞ്ഞ എന്റെ കൂടെ വഴക്കൂടിയതല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയും. അയ്യോ, എക്സസൈസ് ചെയ്യുന്നത് പോലെ അഭിനയിക്കാം. ആ ഇവന്റെ സഹോദരനെ മാത്രമാണ് പെണ്ണുങ്ങളായിട്ട് കാണുന്നത്. കണ്ടിട്ടും കാണാതെ പോലെ പോകുന്നു. കല്ലെറിഞ്ഞ് കൊല്ലും ഞാൻ. ഇങ്ങനെ അടിച്ചോടിക്കാൻ മാത്രം പ്രാണികളോ പക്ഷികളോ ഒന്നും ഇവിടെ ഇല്ല. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? വന്ന് കേറ്, വീട്ടിലോട്ട് വിടാം. എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടണേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? നിനക്കെപ്പോഴായാലും എന്നോട് വഴക്കിടാൻ നന്നായിട്ടറിയാം. പക്ഷെ വണ്ടി പണി തരുമെന്ന് നിനക്കറിയാൻ പറ്റിയില്ലല്ലേ? ഹലോ, ഈ വഴി കൂടെ പോകുന്ന വണ്ടികൾ എത്രയോ ഉണ്ട്. നീ ഇവിടെ നിൽക്കാനായിട്ട് ഈ പാടത്തെ കോലം ഒന്നും അല്ലല്ലോ അല്ലേ? എന്റെ പേര് ശിവാനിന്നോ. ഞാനൊന്ന് കൈ കാണിച്ചോ ആരായാലും 2 കാലോട്ടും ബ്രേക്ക് ചവിട്ടും. ആണോ? ആ, ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. മഹാറാണിയെ പോലെ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങോട്ട് കാണിക്ക. അല്ല, കയ്യേ കൈ. ഓട്ടോ ഞാനെന്താ കാണാൻ കൊള്ളത്ത പെണ്ണാണോ? നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയാ ഞാൻ. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? നിന്റെ ഓട്ടയ്ക്ക് പണി കിട്ടട്ടെ. നീ പോലീസ് ആയതിനു ശേഷം അവന്റെ ലൈസൻസ് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. ഇപ്പൊ എന്താ ചെയ്യാ? തേച്ചു കുളിക്കണം. കൃഷിക്കാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തിന്? വെള്ളം എടുത്ത് തരുമായിരുന്നല്ലോ. നിന്റെ കൂടെ ഈ ഗൗതമുള്ളപ്പോ വെള്ളത്തിന്റെ കാര്യത്തിൽ നിനക്ക് ടെൻഷൻ വേണ്ട. എന്നെ മൊത്തത്തിൽ നനച്ചല്ലേ? ആ, നിന്നെ ഞാൻ മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോ
പോലിന്നു നീ. എന്റെ ദേഹം ആകെ വിറയ്ക്കുന്നു. ഹലോ, മൊബൈൽ വൈബ്രേറ്റ് ആയ ഇങ്ങനെ പലതും തോന്നും. വല്യമ്മേ, ശിവാനി, അവര് വന്നിട്ട് എത്ര നേരമായെന്നറിയാമോ? അത് എനിക്ക് എങ്ങനെ അറിയാം? നിന്റെ വല്ലിച്ചന് ദേഷ്യം വരുന്നതിന് മുമ്പേ നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഭ്രാന്തിയെ പോലെ ഇരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോ കാണിക്കും, എന്നിട്ട് കഴിക്കാനും കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അയ്യോ, ഒന്ന് വേഗം വാ. എല്ലാവരോടും നീ സുന്ദരിയാണെന്ന് തള്ളാറുണ്ടല്ലോ. ഭ്രാന്തിയാണെന്ന് സ്വയം തിരിച്ചറിവുണ്ടായതിപ്പോ എന്തായാലും നന്നായി. ഞാൻ ഉദ്ദേശിച്ചത് കാണാൻ കൊള്ളാത്ത ഏതെങ്കിലും ഫോട്ടോയെ കുറിച്ചാ. നിങ്ങൾ വണ്ടി എടുത്തേ. എന്റെ വണ്ടിയിൽ കേറൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങണമെന്നാണോ അത് ഇറക്കി വിടുവാണോ? ചോദിക്കങ്ങോട്ട്. നിങ്ങളുടെ അനുജൻ ഇപ്പോ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങളോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അരമണിക്കൂറായിട്ടും പെൺകുട്ടിയെ കണ്ടില്ലല്ലോ. ദേവിക്ക് അഭിഷേകം ചെയ്യാനായിട്ട് പോയതാ. അതിന് കുറച്ച് സമയമെടുക്കും. ഇപ്പൊ വരും. എടുത്തോളൂ. എന്താ ഇത്? പായസമാണ് ചേട്ടാ. അമ്പലപ്പുഴ പാൽപ്പായസം പോലെ അടിപൊളിയായിരിക്കും. കഴിച്ചു നോക്ക്. നല്ലതല്ല മോനെ. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. പെണ്ണ് കാണാൻ വന്നിട്ട് ഇവർ കഴിക്കാൻ തരുന്നത് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് നല്ലതല്ലെന്ന്. അവളിപ്പോ ഇങ്ങ് എത്തും ചേട്ടാ. അപ്പോഴേക്കും ഞങ്ങക്ക് മടുക്കുകയും ചെയ്യും. ഞാനിങ്ങനെ പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അമ്മ ഒന്നിക്ക്. എൻ്റെ അമ്മയും അച്ഛനും എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാം അങ്കിൾ. അങ്കിളിൻ്റെ മോളെ കാണാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അങ്കിളിൻ്റെ മോൾ അമ്പലത്തിലായി പോയി. അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എപ്പോഴും ഞാൻ പറയുന്നതാ മറ്റുള്ളവർ കേൾക്കാറുള്ളത്. ഇന്ന് അവരിവിടെ നിന്ന് പറയുന്നത് മുഴുവൻ ഞാനിപ്പോ തലകുനിച്ചിരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഭരതരാജൻ അദ്ദേഹം, നിങ്ങൾ കാണിച്ച മര്യാദയ്ക്ക് നന്ദി. ഇനി കുറെ കൂടി ഇരുന്നാൽ നിങ്ങൾ തന്ന സ്വീറ്റ്സിന്റെ മുകളിലെ ഈച്ചയെ ആട്ടിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. ഞങ്ങളുടെ മോൻ പറയുന്നത് കേട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇനിയും അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? അച്ഛാ, നമുക്കൊരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. വാ, നമുക്ക് പോവാം. നിക്ക് ചേട്ടാ, ചേട്ടാ.
വല്യച്ഛ, എന്റെ വണ്ടി. എന്റെ സ്കൂട്ടി റിപ്പയറായി വഴിയിൽ നിന്നു പോയി വല്യച്ഛ. അമ്മേ, പെണ്ണെ കാണാൻ കൊള്ളാല്ലേ? ആ പയ്യനെ കാണാൻ കൊള്ളാം. നമ്മൾ ആരെ പെണ്ണ് കാണാനാ വന്നിരിക്കുന്നേ? വെറുതെ തെറ്റിദ്ധാരണ മൂലം എന്നോട് സംസാരിക്കരുത് ആനന്ദരാജ്. ഇവൻ എന്റെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പറയേ. എന്റെ എന്റെ ആനന്ദരവനാ. എന്റെ ചേട്ടന്റെ മകനാ, പേര് ഗൗതം. അങ്ങനെയാണോ? ഇയാളുടെ സ്കൂട്ടി വഴിയിലായിപ്പോയി. അതുകൊണ്ട് ചേട്ടൻ കൊണ്ട് വീട്ടിൽ വിട്ടതിൽ എന്താ തെറ്റ്? ഓ, നീ ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോന്നു. ഒന്നും വിചാരിക്കല്ലേ ചേട്ടത്തി. എത്ര നേരം ഒന്നും പറഞ്ഞാ കാത്തിരിക്കുന്നേ? മുതിർന്നവരല്ലേ, നിന്ന് കാല് വേദനിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് കാല് വേദനിച്ചിരിക്കട്ടെ, പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ വന്നു കയറണം. ശിവാനിയെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അമ്പലത്തിൽ പോയിട്ട് വന്ന പെണ്ണ് ഞങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഭാഗ്യമല്ലേ ചേട്ടാ? പടിയിറങ്ങിയാൽ ഉടനെ തിരിച്ചകത്തേക്ക് കയറരുതെന്നാ പ്രമാണം. ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിൽ വിശദമായി സംസാരിക്കാമല്ലോ നമുക്ക്. അപ്പോ ഞങ്ങളങ്ങോട്ട്. ഞങ്ങൾ പോയിട്ട് വരാൻ ചേട്ടത്തി. അകത്തേക്ക് വരൂ ഗൗതം. അവര് കഴിക്കാതെ വെച്ചിട്ട് പോയ സ്വീറ്റ്സും പായസവും ഒക്കെ കഴിക്കാൻ വിളിക്കുവാണോ? നീ പായസ കട്ടി തന്നെ കൊടുത്തയച്ചാലും അവൻ കഴിക്കില്ല. പിന്നീട് ഒരു ദിവസം ആവട്ടെ. ഒന്ന് നിൽക്ക്. കുടുംബത്തിലെ അവസാനത്തെ പെൺകൊച്ചിന്റെ കല്യാണം നടത്തുന്നതിന് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4 സഹോദരിമാരുടെ കല്യാണം നീ എങ്ങനെ നടത്തുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ചന്തയിൽ വിൽക്കുന്ന ആട്ടിൻകുട്ടികളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഇങ്ങനെയൊക്കെയല്ലേ പറയൂ? ഈ നിൽക്കുന്ന ശിവാനി നിങ്ങളുടെ മകളല്ല, നിങ്ങളുടെ സഹോദരന്റെ മകളാണ്. നാട്ടിൽ നടത്തുന്ന ഓരോ പ്രശ്നങ്ങളും പോരാഞ്ഞിട്ട് വീട്ടിൽ ആകെയുള്ളൊരു പെണ്ണിന്റെ കല്യാണവും വെച്ചിട്ട് അത് വലിയൊരു സംഭവമാക്കി കാണിക്കുന്ന നിങ്ങളെയുണ്ടല്ലോ, ഈ ഗ്രാമത്തിലെ ഒരു അല്പനെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങളോട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പെൺമക്കളെ ഭാരമായിട്ട് വിചാരിച്ച് എങ്ങനെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കരുതി കല്യാണം നടത്തരുത്. ഭർത്താവിന്റെ വീട്ടിലെ സംസ്കാരത്തെ സംരക്ഷിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പെണ്ണാണ്
യഥാർത്ഥ പെണ്ണ്. പെൺകുട്ടികളെ ആട്ടിൻകുട്ടികളാണെന്ന് കരുതി ഇറക്കി വിട്ട തീർത്തുകളയും നിങ്ങളെ. ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് പറയും, വലിയ പ്രതാപമൊന്നും ഇല്ലെങ്കിലും എൻ്റെ സഹോദരിമാര് സന്തോഷത്തോടെ ജീവിക്കുന്ന കല്യാണം തന്നെ ഞാൻ നടത്തിക്കൊടുത്തിരിക്കുന്നു. ശിവാനി, നീ അകത്തേക്ക് വാ. അവിടെ നിൽക്ക. ഏയ് പാറൂട്ടി, മുതലാളി, അവന്റെ വണ്ടിയിൽ കയറി ഇവള് അശുദ്ധമായിരിക്കുക. മഞ്ഞൾ വെള്ളം കൊണ്ടുവന്ന് ഇവളുടെ തലയിൽ കൂടി ഒഴിക്കേ. ശരി മുതലാളി. പാറുട്ടി, എന്താ ഇത്? അവന്റെ കൂടെ മരിച്ച ആളുടെ വീട്ടിൽ പോയിട്ട് വന്നതിനല്ല ഗീതേ, സഹോദരിമാരുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടി പണത്തിന് വേണ്ടി ചാകുന്നവന്റെ പിന്നിലിരുന്ന് വന്നതല്ലേ. അതും അശുദ്ധം തന്നെയാ. അതല്ല. എന്താ നോക്കി നിൽക്കുന്നേ? ഒഴിക്കേ.